വിശ്വാസിക്ക് അനുസരണക്കേട് കാണിക്കാനും വിശ്വാസം ഉപേക്ഷിക്കാനും നിത്യനരകത്തിൽ പോകാനും സ്വാതന്ത്ര്യമുണ്ട്, സാധ്യതയുണ്ട് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. വീണ്ടും ജനനം പ്രാപിച്ചവർക്ക് വിശ്വാസത്തിലും അനുസരണത്തിലും നിലനിന്ന് സ്വർഗത്തിലെത്താനോ പിന്മാറിപ്പോയി നരകത്തിലെത്താനോ കഴിയും. അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വതന്ത്ര മനസ്സിന് പ്രസക്തിയില്ലാതെ പോകും. വിശ്വാസിക്ക് അനുസരണക്കേട് കാണിക്കാൻ സാധിക്കില്ലെന്ന് ബൈബിൾ പറയുന്നില്ല. വിശ്വാസി അനുസരണക്കേടിലൂടെ അവിശ്വാസത്തിലേക്ക് അധപ്പതിച്ചാലും രക്ഷ ഉറപ്പാണെന്ന് ബൈബിൾ പറയുന്നില്ല. എന്നാൽ വിശ്വാസികളുടെ വിശ്വാസത്യാഗത്തിനും നിത്യനാശത്തിനും എതിരെ ധാരാളം മുന്നറിയിപ്പുകൾ ബൈബിളിലുണ്ട്. അനുസരണക്കേട് കാണിക്കുന്നവർക്ക് നരകശിക്ഷയുണ്ട്. എന്നാൽ അനുസരണക്കേട് കാണിക്കുന്നത് അവിശ്വാസികൾ മാത്രമല്ല. അതിനാൽ ഒരിക്കൽ വിശ്വാസികളായിരുന്നിട്ടും അനുസരണക്കേടിൽ നിലനിന്നവർക്ക് നരകശിക്ഷ ലഭിക്കാം എന്ന തത്വത്തിന് വചനാധിഷ്ഠിതമായ തടസ്സവാദങ്ങളൊന്നുമില്ല. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഭോഷ്ക് പറയുന്നവർ, അശുദ്ധി, ദുഷ്കാമം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവ പ്രവർത്തിക്കുന്നവർ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, ദൂഷകന്മാർ, പിടിച്ചുപറിക്കാർ എന്നിവരെല്ലാം എന്നേക്കും നരകത്തിലായിരിക്കും എന്ന സത്യം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 7-8 വാക്യങ്ങളിലും 27-ാമത്തെ വാക്യത്തിലും 22-ാം അധ്യായം 14-15 വാക്യങ്ങളിലും എഫേസ്യ ലേഖനം 5-ാം അധ്യായം 5-6 വാക്യങ്ങളിലും ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 മുതൽ വാക്യങ്ങളിലും 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9 മുതൽ 12 വാക്യങ്ങളിലും വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ഇക്കൂട്ടരിൽ ഒരിക്കൽ വിശ്വാസികളായിരുന്നവരിൽ അനേകരും ഉൾപ്പെടാനുള്ള സാധ്യത ബൈബിൾ അംഗീകരിക്കുന്നു, തള്ളിക്കളയുന്നില്ല എന്ന കാര്യം നാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. വിശ്വാസിയായിരുന്ന ഒരാൾക്ക് വിശ്വാസി അല്ലാതായി തീരാനും അങ്ങനെ ലഭിച്ച രക്ഷ നഷ്ടമാക്കാനും കഴിയും. അങ്ങനെ വിശ്വാസിക്ക് വിശ്വാസം നഷ്ടമാക്കി വിശ്വാസത്യാഗിയായി തീർന്ന് നശിച്ചു പോകുവാൻ സാധിക്കും. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന ആഹ്വാനവും തള്ളിക്കളയുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പും ലഭിച്ച വിശ്വാസവും രക്ഷയും തള്ളിക്കളഞ്ഞ് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ വ്യക്തമാക്കുന്നു. ഒരിക്കൽ വിശ്വാസിയായി തീർന്നിട്ട് പിന്നീട് അനുസരണക്കേടിലൂടെ അവിശ്വാസിയാകാനും നിത്യനരകത്തിൽ അകപ്പെടാനും കഴിയും എന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ള കാര്യം എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലും 3-ാം അധ്യായം 6-ാം വാക്യത്തിലും 12 മുതൽ 14 വരെ വാക്യങ്ങളിലും 6-ാം അധ്യായം 4 മുതൽ 9 വരെ വാക്യങ്ങളിലും 10-ാം അധ്യായം 26 മുതൽ 29 വരെ വാക്യങ്ങളിലും വളരെ വ്യക്തമാണ്. അതിനാൽ രക്ഷ നഷ്ടപ്പെടുന്നത് ആ സമയത്ത് അനുസരണക്കേടിനാൽ അവിശ്വാസിയായി തീരുന്ന വിശ്വാസത്യാഗിക്കാണ്. മരണസമയത്ത് അവിശ്വാസിയോ വിശ്വാസത്യാഗിയോ ആയി നിലനിൽക്കുന്നവരാണ് നരകത്തിന് അർഹരായിത്തീരുന്നത്. അതിനാൽ വിശ്വാസിക്ക് പിന്മാറ്റവും വിശ്വാസത്യാഗവും സാധ്യമാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും 2 കൊരിന്ത്യർ 2-ാം അധ്യായം 5 മുതൽ 11 വരെ വാക്യങ്ങളിലും
വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നത് പശ്ചാത്തപിച്ച പിന്മാറ്റക്കാരന്റെ കാര്യമാണ്, വിശ്വാസത്യാഗത്തിന്റെ കാര്യമല്ല. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 69 മുതൽ 75 വരെ വാക്യങ്ങളിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് പിന്മാറ്റത്തിന്റെ അനുഭവമാണ്, വിശ്വാസത്യാഗമല്ല. ഈ രണ്ട് സംഭവങ്ങളിലും പിന്മാറ്റക്കാരന് പശ്ചാത്തപിച്ച് തിരിച്ചു വരുവാൻ കഴിഞ്ഞു. ആദ്യ വിശ്വാസത്തെ ഉപേക്ഷിച്ച് തുടർച്ചയായി അനുസരണക്കേടിൽ ജീവിച്ചതിനാൽ പശ്ചാത്തപിച്ച് വീണ്ടും വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ആത്മീയ അവസ്ഥയിൽ എത്തിച്ചേരുന്ന സംഭവമാണ് വിശ്വാസത്യാഗം. യൂദാസിനുണ്ടായത് വിശ്വാസത്യാഗത്തിന്റെ ഇത്തരമൊരു അനുഭവമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെ വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നവരും ദ്രവ്യാഗ്രഹിയായ ബാലാമുമൊക്കെ വാസ്തവത്തിൽ വിശ്വാസികളായിരുന്നില്ല. എന്നാൽ ഒരിക്കൽ വിശ്വാസിയായിരുന്നതിനു ശേഷം വിശ്വാസത്തെ ഉപേക്ഷിക്കുന്ന വിശ്വാസത്യാഗമെന്ന സംഭവമാണ് നാം ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം. പിന്മാറ്റം മുഖാന്തരമായി ഒരാൾക്ക് രോഗം, ശാരീരിക മരണം എന്നിങ്ങനെയുള്ള ബാലശിക്ഷകൾ ലഭിക്കും എന്ന് 1 കൊരിന്ത്യർ 11-ാം അധ്യായം 30 മുതൽ 32 വരെ വാക്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ വിശ്വാസത്യാഗത്തിന് നിത്യമായ ആത്മീയ മരണം എന്ന ശിക്ഷ ലഭിക്കും എന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായം 26 മുതൽ 31 വരെ വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. വിശ്വാസികൾക്ക് നാശത്തിലേക്ക് പിന്മാറിപ്പോകാൻ കഴിയുമെന്നും ചിലർ അങ്ങനെ ചെയ്യുമെന്നും നാം അങ്ങനെ ചെയ്യരുതെന്നും എബ്രായ ലേഖനം 10-ാം അധ്യായം 38-39 വാക്യങ്ങളിൽ വ്യക്തം. ദൈവത്തെ ഉപേക്ഷിച്ചാൽ ദൈവവും ഉപേക്ഷിക്കുമെന്ന് 1 ദിനവൃത്താന്തം 28-ാം അധ്യായം 9-ാം വാക്യത്തിലും 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 2-ാം വാക്യത്തിലും നാം കാണുന്നു. അതിനാൽ വിശ്വാസികൾ യേശുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം പ്രാപിക്കുന്നതിൽ ഇടറിപ്പോകാതിരിക്കാനായി തങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികമായി ശ്രമിക്കണമെന്ന് 2 പത്രോസ് 1-ാം അധ്യായം 5 മുതൽ 11 വരെ വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. രക്ഷയെ അഗണ്യമാക്കുന്ന വിശ്വാസികൾ ശിക്ഷിക്കപ്പെടുമെന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നു. വിശ്വാസി സത്യം വിട്ട് തെറ്റിപ്പോയി ആത്മമരണത്തിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ മരിക്കുമെന്ന് റോമാലേഖനം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു. വിശ്വാസി മനഃപൂർവം ചെയ്യുന്ന പാപത്തിന് പരിഹാരമില്ല, ശിക്ഷയേ ഉള്ളുവെന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാണ്. നീതിമാൻ നീതി വിട്ടുമാറിയാൽ അവൻ മരിക്കും എന്ന് എസേക്കിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 18 മുതൽ 21 വരെ വാക്യങ്ങളിലും 33-ാം അധ്യായം 11 മുതൽ 16 വരെ വാക്യങ്ങളിലും 18-ാം അധ്യായം 21 മുതൽ 32 വരെ വാക്യങ്ങളിലും വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. രക്ഷയുടെ മാർഗം അറിഞ്ഞിട്ട് വിട്ടുകളയുന്നതിനേക്കാൾ നല്ലത് അറിയാതിരിക്കുന്നതാണ് എന്ന് 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 20-22 വാക്യങ്ങളിൽ വളരെ വ്യക്തമാണ്. യേശുവിൽ വസിക്കാത്ത വിശ്വാസികളെ പിതാവ് നീക്കിക്കളയുകയും അവർ തീയിൽ വെന്തുപോവുകയും ചെയ്യുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-6 വാക്യങ്ങളിലും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യത്തിലും നാം കാണുന്നു.
നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ പാപിയുടെ ഗതി എന്താകുമെന്ന് 1 പത്രോസ് 4:18 ചോദിക്കുന്നു. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ എന്ന് 1 പത്രോസ് 1:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. പിന്മാറുന്ന വിശ്വാസിക്ക് അഥവാ വിശ്വാസത്യാഗിക്ക് മാനസാന്തരപ്പെടാൻ കഴിയുകയില്ല എന്നാണ് എബ്രായ ലേഖനം 6:4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ എന്ന് 1 കൊരിന്ത്യർ 10:12 വാക്യത്തിൽ നാം കാണുന്നു. അതിനാൽ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവനെന്ന് 2 കൊരിന്ത്യർ 13:5 പറയുന്നു. ഈ വചന സത്യങ്ങളെല്ലാം വിശ്വാസിക്ക് അനുസരണക്കേട് കാണിക്കാനും വിശ്വാസം ഉപേക്ഷിക്കാനും നിത്യനരകത്തിൽ പോകാനും സാധ്യതയുണ്ട് എന്ന ബൈബിൾ സത്യമാണ് വ്യക്തമാക്കുന്നത്. സ്വീകരിച്ച വിശ്വാസം തള്ളിക്കളഞ്ഞ വിശ്വാസത്യാഗിക്ക് രക്ഷ നഷ്ടമാകും. വിശ്വാസി പിന്മാറിയാൽ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയും. വിശ്വാസത്യാഗി തനിക്ക് സ്വന്തമായി തീർന്ന തന്റെ രക്ഷയെ ത്യജിക്കുന്നതിനാൽ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വാസത്യാഗിക്ക് വീണ്ടും മാനസാന്തരപ്പെടാൻ കഴിയാത്തതിനാൽ ജീവിതകാലത്തും മരണശേഷവും അവിശ്വാസിയുടേതിനേക്കാൾ കഷ്ടമായ അവസ്ഥയായിരിക്കും അയാളുടേത്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവന് ദൈവമില്ല എന്ന് 2 യോഹന്നാൻ 9 വ്യക്തമാക്കുന്നു. അനുസരണക്കേട് കാണിച്ചാൽ താൻ നിത്യമായി നൽകിയ വാഗ്ദാനം ദൈവം നിഷേധിക്കും എന്ന് ബൈബിൾ 1 സാമുവേൽ 2:29-30 വാക്യങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. പിന്മാറ്റത്താൽ ദൈവവുമായുള്ള ബന്ധം തകരും. വിശ്വാസത്യാഗം ക്രിസ്തുവുമായുള്ള വിവാഹ മോചനമാണ്. ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടമായാൽ ക്രമേണ ബന്ധവും നഷ്ടമാകും. പാപത്തിലൂടെ ബന്ധമല്ല കൂട്ടായ്മ മാത്രമാണ് നഷ്ടമാകുന്നത് എന്നതിന് യാതൊരു തെളിവും ബൈബിളിലില്ല. ഭൂമിയിൽ വെച്ച് ദൈവവുമായി കൂട്ടായ്മ പുലർത്താതിരിക്കുന്നവരെ ദൈവം സ്വർഗത്തിൽ തന്നോട് നിത്യമായ കൂട്ടായ്മ പുലർത്താൻ അനുവദിക്കും എന്നതിനും യാതൊരു തെളിവും ബൈബിളിലില്ല. പിന്മാറ്റം ദൈവവുമായുള്ള കൂട്ടായ്മയെ തകർക്കും. കൂട്ടായ്മ ഇല്ലാതാകുമ്പോൾ ദൈവവുമായുള്ള ബന്ധവും തകരും. പിന്മാറ്റം വിശ്വാസത്യാഗത്തിലേക്ക് നയിക്കും. വിശ്വാസത്യാഗം ബന്ധത്തെ തകർക്കും. ദൈവവും വിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തെ ബൈബിളിൽ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തോട് ഉപമിച്ചിരിക്കുന്നു. അനുസരണക്കേടിനെയും അവിശ്വസ്തതയെയും ആത്മീയ വ്യഭിചാരമായി ബൈബിളിൽ കണക്കാക്കിയിരിക്കുന്നു. വ്യഭിചാര കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹമോചനം അനുവദനീയമാണെന്ന് യേശു മത്തായിയുടെ സുവിശേഷം 5:32 വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിൽ നിന്ന് അവിശ്വസ്തതയിലൂടെയും വിശ്വാസത്യാഗത്തിലൂടെയും ഏതു ബന്ധവും തകരാവുന്നതാണ് എന്ന് വളരെ വ്യക്തമാകുന്നു. ചിലർ മനുഷ്യപിതാവിനെയും ദൈവപിതാവിനെയും തമ്മിൽ താരതമ്യപ്പെടുത്താറുണ്ട്. എന്നാൽ മനുഷ്യപിതാവും ദൈവപിതാവും തമ്മിൽ സാമ്യത്തെക്കാളേറെ വ്യത്യാസങ്ങളാണുള്ളത്. പുത്രനെ പുത്രനല്ലാതാക്കാൻ മനുഷ്യപിതാവിന് കഴിയില്ല. എന്നാൽ ദൈവപിതാവിന് അത് കഴിയും. മാത്രമല്ല അങ്ങനെ ചെയ്യും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു.
നരകത്തിൽ പോകും എന്ന് ഉറപ്പുള്ള സാത്താൻ ഇപ്പോഴും ദൈവപുത്രന്മാരിൽ ഒരാളായി എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു എന്നതും ഈ തരുണത്തിൽ വളരെ ശ്രദ്ധേയമാണ്. മാത്രമല്ല, വിശ്വാസി പിന്മാറിയാൽ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായിച്ചു കളയും എന്ന മുന്നറിയിപ്പും ബൈബിൾ നൽകിയിരിക്കുന്നു. ജയിക്കുന്നവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയുകയില്ല എന്ന് വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു. എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും എന്ന് പുറപ്പാടിന്റെ പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യത്തിലും സങ്കീർത്തനങ്ങൾ 69-28-ാം വാക്യത്തിലും നാം കാണുന്നു. ഇതിൽ നിന്നും ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായിച്ചു കളയുക എന്ന കാര്യം ദൈവത്തിന്റെ പദ്ധതിയിലുള്ള കാര്യമാണ് എന്ന് വ്യക്തമാകുന്നു. എന്നാൽ രക്ഷാഭദ്രതാവാദികൾ ഇതുപോലും ചോദ്യം ചെയ്ത് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഗതികേടിൽ എത്തി നിൽക്കുകയാണ്. ദൈവത്തെയും ദൈവവചനത്തെയും ചോദ്യം ചെയ്യേണ്ടി വരിക എന്നത് ഒരു തത്വത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് എന്ന് ഇത്തരുണത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ദൈവത്തെയും ദൈവവചനത്തെയും ചോദ്യം ചെയ്യാതെ രക്ഷാഭദ്രതാവാദം സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഇവിടെ വ്യക്തമാകുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവത്തിന് ആരോടും ബാധ്യതകളില്ല. ദൈവത്തിന് പ്രീതിയില്ലാത്ത അനുസരണമില്ലാത്തവർക്കും വിശ്വാസത്യാഗികൾക്കും രക്ഷ കൊടുക്കാൻ ദൈവം അവർക്കും കടക്കാരനല്ല. ദൈവത്തിന്റെ സ്നേഹവും കോപവും നീതിയും പരിശുദ്ധിയും ബാലൻസ് ചെയ്തു വേണം നാം ചിന്തിക്കാൻ, തത്വങ്ങളിൽ എത്തിച്ചേരുവാൻ. രക്ഷയിലേക്ക് പ്രവേശിക്കാൻ പാപത്തെക്കുറിച്ചുള്ള അനുതാപവും വിശ്വാസവും വേണ്ടിയിരുന്നു. രക്ഷയിൽ നിലനിൽക്കാനും പാപത്തെക്കുറിച്ചുള്ള അനുതാപവും ദൈവത്തിലുള്ള വിശ്വാസവും നാം നിലനിർത്തണം. വിശ്വസിക്കുന്നവന് നിത്യജീവൻ നൽകാമെങ്കിൽ വിശ്വസിക്കാത്തവനും വിശ്വാസത്യാഗിക്കും നിത്യമരണവും അനുവദിക്കാം. അതിൽ അനീതിയില്ല. യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലായിരുന്ന വ്യക്തികളിലും സാത്താന് സ്വാധീനവും നിയന്ത്രണവും സാധ്യമാണ് എന്ന് യൂദാസിന്റെയും പത്രോസിന്റെയും ജീവിതാനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ക്രിസ്തു എന്ന മഹാപ്രതിഫലം നഷ്ടമാകാതിരിക്കാൻ വിശ്വാസി സൂക്ഷിക്കണം. വിശ്വാസി തുടർച്ചയായി പാപം ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കണം. വീണ്ടും ജനനത്തിലൂടെ രക്ഷിക്കപ്പെട്ടവർ അനുസരണക്കേടിലൂടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് അപകടമാണെന്ന മുന്നറിയിപ്പ് ബൈബിൾ ആവർത്തിച്ചാവർത്തിച്ചു നൽകുന്നു. വിശ്വാസത്യാഗികൾക്ക് രക്ഷ എന്ന പ്രതിഫലം നഷ്ടമാവുകയും നിത്യശിക്ഷ ലഭിക്കുകയും ചെയ്യും എന്നാണ് മുന്നറിയിപ്പിന്റെ അർത്ഥം. രക്ഷ ഉൾപ്പെടാത്ത മറ്റു പ്രതിഫലം മാത്രമേ ഇത്തരക്കാർക്ക് നഷ്ടമാകൂ എന്ന് ബൈബിൾ പറയുന്നില്ല. ഒരു ക്രിസ്തു വിശ്വാസിക്കുള്ള ഏറ്റവും ഉന്നതമായ പ്രതിഫലം ക്രിസ്തുവാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം വ്യക്തമാക്കുന്നു. അനുസരണത്തോടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്ക് നിത്യരക്ഷ എന്ന പ്രതിഫലം ലഭിക്കും. യേശുവിനുള്ള നിത്യജീവനേക്കാൾ വലിയ പ്രതിഫലമില്ല. അത് മറ്റെന്ത് പ്രതിഫലത്തെക്കാളും അനന്തമായി ഉന്നതവും മറ്റെല്ലാറ്റിനെയും നിഷ്പ്രഭമാക്കുന്നതുമാണ്. അതിനാൽ നാം ക്രിസ്തുവിലുള്ള രക്ഷ എന്ന പ്രതിഫലമാണ് മുഖ്യമായി കണക്കാക്കേണ്ടത്. പിന്മാറിപ്പോയാലും രക്ഷ എന്ന പ്രതിഫലം നഷ്ടപ്പെടില്ല എന്ന് വരുത്തി തീർക്കാൻ മറ്റു പ്രതിഫലങ്ങൾക്ക് ബൈബിൾ കൊടുക്കാത്ത ഊന്നൽ കൊടുക്കുന്നതും തെറ്റാണ്. ദൈവത്തിന്റെ രക്ഷ അനുഭവിച്ചിട്ട്
പിന്മാറിപ്പോകുന്നവർക്ക് പ്രതിഫലം മാത്രം നഷ്ടപ്പെടുമെന്നോ രക്ഷ നഷ്ടപ്പെടുകയില്ലെന്നോ അല്ല, മറിച്ച് അത്തരക്കാർക്ക് അവിശ്വാസികൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷ ലഭിക്കുമെന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങളും എബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളും 3-ാം അധ്യായം 6-ാം വാക്യവും 12 മുതൽ 14 വരെ വാക്യങ്ങളും 6-ാം അധ്യായം 4 മുതൽ 9 വരെ വാക്യങ്ങളും 10-ാം അധ്യായം 26 മുതൽ 29 വരെ വാക്യങ്ങളും 1 ദിനവൃത്താന്തം 28-ാം അധ്യായം 9-ാം വാക്യവും 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 2-ാം വാക്യവും എസേക്കിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 18 മുതൽ 21 വരെ വാക്യങ്ങളും 18-ാം അധ്യായം 21 മുതൽ 32 വരെ വാക്യങ്ങളും 33-ാം അധ്യായം 11 മുതൽ 16 വരെ വാക്യങ്ങളും 2 പത്രോസ് 2-ാം അധ്യായം 4 മുതൽ 10 വരെ വാക്യങ്ങളും 20 മുതൽ 22 വാക്യങ്ങളും വളരെ വ്യക്തമാക്കുന്നു. ബൈബിളിൽ പ്രതിഫലത്തേക്കാൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് രക്ഷ. അതിനാൽ രക്ഷയേക്കാൾ പ്രതിഫലത്തിന് ഊന്നൽ കൊടുക്കുന്ന തത്വം ശരിയല്ല. പ്രതിഫലത്തിന് ഊന്നൽ കൊടുക്കുന്നവർ സൽപ്രവൃത്തികൾക്ക് അനുസരണത്തേക്കാൾ ഊന്നൽ കൊടുത്ത് സൽപ്രവൃത്തികളിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കും. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിനും സൽപ്രവൃത്തികൾക്കും തുല്യ പ്രാധാന്യമാണ് നാം കൊടുക്കേണ്ടത്. വിശ്വാസി തുടർച്ചയായി പാപം ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കണം. രക്ഷിക്കപ്പെട്ട സമയത്ത് വിശ്വാസിക്ക് ക്ഷമിച്ചു കിട്ടിയത് ആ സമയം വരെയുള്ള പാപമാണ് എന്ന് റോമാലേഖനം 3-ാം അധ്യായം 25-ാം വാക്യം വ്യക്തമാക്കുന്നു. വിശ്വാസികൾക്കും പാപമുണ്ട്. ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. പാപക്ഷമയ്ക്കായി പാപം ഏറ്റുപറയണമെന്ന നിയമം കൃപ ഇല്ലാതാക്കുന്നില്ല എന്ന് 1 യോഹന്നാൻ 1-ാം അധ്യായം 8 മുതൽ 10 വരെ വാക്യങ്ങളും 2-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളും സങ്കീർത്തനങ്ങൾ 32 5-ാം വാക്യവും സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യവും വ്യക്തമാക്കുന്നുണ്ട്. കൃപ പാപം ചെയ്യാൻ ന്യായീകരണമല്ല. കൃപയുണ്ടെങ്കിലും ഭാവികാല പാപങ്ങൾക്കുള്ള ബാധ്യത ഇല്ലാതാകുന്നില്ല. ഈ വസ്തുത റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ദൈവകൃപ അനുസരണമില്ലാത്തവർക്ക് നിത്യജീവൻ ഉറപ്പു നൽകുന്നില്ല എന്ന് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16 മുതൽ 17 വരെ വാക്യങ്ങളും 9-ാം അധ്യായം 27-ാം വാക്യവും വ്യക്തമാക്കി തരുന്നുണ്ട്. വിശ്വാസിക്ക് പാപം ഇല്ലെന്നും വിശ്വാസിയുടെ ഭാവികാല പാപം പോലും ക്ഷമിക്കപ്പെട്ടു കഴിഞ്ഞെന്നും വിശ്വാസി പാപം ചെയ്തിട്ട് പശ്ചാത്തപിച്ച് പാപം ഏറ്റുപറഞ്ഞില്ലെങ്കിലും ദൈവം അതെല്ലാം അപ്പപ്പോൾ ക്ഷമിച്ചുകൊണ്ടേയിരിക്കുമെന്നും ഒക്കെയുള്ള തത്വങ്ങൾക്ക് ബൈബിളിൽ യാതൊരു അടിസ്ഥാനവുമില്ല. തനിക്ക് പാപമില്ലെന്ന് അവകാശപ്പെടുന്ന ഏവനും വിശ്വാസി പോലും കള്ളനാണ് എന്ന് 1 യോഹന്നാൻ 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളും 2-ാം അധ്യായം 6-ാം വാക്യവും വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. അതിനാൽ വിശ്വാസിക്ക് തുടർച്ചയായ അനുതാപവും പാപസമ്മതവും പാപക്ഷമയും ആവശ്യമാണ്. അതില്ലാത്തവർ ക്രമേണ പിന്മാറിപ്പോകും. വാസ്തവത്തിൽ രക്ഷാഭദ്രവാദത്തിന്റെ ഉപജ്ഞാതാവ് സാത്താനാണ്. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാലും പാപം ചെയ്താലും കുഴപ്പമില്ല, മരിക്കയില്ല, രക്ഷ നഷ്ടമാകയില്ല എന്ന് ദൈവകൽപ്പനയ്ക്ക് നേരെ വിപരീതമായി ആദ്യമായി പറഞ്ഞതും ഇന്നും പഠിപ്പിക്കുന്നതും സാത്താനാണ്.
ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങളിൽ നാം കാണുന്നു, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ദൈവം ഒരിക്കലും വ്യവസ്ഥകളില്ലാത്ത രക്ഷാഭദ്രത വാഗ്ദാനം ചെയ്തിട്ടില്ല. പാപം ചെയ്യുന്ന ആത്മാവ് മരിക്കും എന്ന കാര്യമാണ് ആദ്യം മുതൽ ദൈവം എന്നും പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ സാത്താൻ നിരുപാധികമായ രക്ഷാഭദ്രത പഠിപ്പിച്ചു. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാലും നിങ്ങൾ മരിക്കില്ല എന്ന് സാത്താൻ ആദി മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചു. പാപത്തിലൂടെ തനിക്കും നിത്യജീവൻ നഷ്ടപ്പെട്ടതാണെന്ന വസ്തുത സാത്താൻ തന്ത്രപൂർവം മറച്ചുവെക്കുന്നു. അന്ത്യത്തോളം വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർ. അവരാണ് മുൻ നിയമിക്കപ്പെട്ടവർ. രക്ഷ എന്നത് വീഴ്ചയ്ക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ആദാമിന് ആത്മീയമായി മരിക്കാമെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചവർക്കും ആത്മീയമായി മരിക്കാം. രക്ഷിക്കപ്പെട്ടവർക്ക് ഒരു തരത്തിലും രക്ഷ നഷ്ടമാകയില്ല എന്ന തെറ്റായ വാഗ്ദാനം നൽകി സാത്താൻ ഇന്നും അനേകരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. അതിനാൽ രക്ഷാഭദ്രതാവാദക്കാർ സാത്താന്റെ സഹായികളായി പ്രവർത്തിക്കുന്നു എന്ന വസ്തുത വളരെ വ്യക്തമാകുന്നു. അതിനാൽ ജാഗ്രത ആവശ്യമാണ്. ഇത്ര വ്യക്തമായി ബൈബിൾ പറയുന്ന ഒരു കാര്യത്തെ നിഷേധിക്കുന്നത് സ്വയം വഞ്ചനയും ദൈവവിരുദ്ധമായ യുക്തിവാദവുമാണ്. പ്രകടമായി പറയുന്നതിന്റെ പ്രഥമ അർത്ഥം നിഷേധിക്കാൻ പ്രകടമല്ലാത്ത ആശയങ്ങളുടെ നിഗൂഢ അർത്ഥമെടുത്ത് ഉപയോഗിക്കുന്ന തെറ്റാണ് രക്ഷാഭദ്രതാവാദക്കാർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്യാഗത്തിന്റെ ബൈബിൾ നിർവചനം എന്താണ് എന്ന് നിർണയിക്കപ്പെടണം. ഒരിക്കൽ വിശ്വാസിയായിരുന്ന ആൾക്ക് രക്ഷ നഷ്ടപ്പെടാനുള്ള സാധ്യത നിഷേധിക്കുന്നവർ വിശ്വാസത്യാഗത്തിന്റെ ബൈബിൾ നിർവചനം നിഷേധിച്ച് വചനത്തെ കൂട്ടിക്കളയുന്നതായി തെളിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കാതെ വിശ്വാസം തള്ളിക്കളയുന്നത് അവിശ്വാസമാണ്. വിശ്വസിച്ചിട്ട് വിശ്വാസം തള്ളിക്കളയുന്നതാണ് വിശ്വാസത്യാഗം.
രക്ഷാഭദ്രതാവാദികളുടെ വാദങ്ങൾ അടിസ്ഥാനമില്ലാത്തതും ലക്ഷ്യം തെറ്റിക്കിടക്കുന്നതുമാണ്. കാരണം അവ വിശ്വാസത്യാഗിയുടെ രക്ഷാനഷ്ട സാധ്യതയ്ക്കുള്ള എതിർന്യായങ്ങളല്ല, മറിച്ച് വിശ്വാസിയുടെ രക്ഷാനഷ്ട സാധ്യതയ്ക്കുള്ള എതിർന്യായങ്ങൾ മാത്രമാണ്. മരണകരമല്ലാത്ത പാപം ചെയ്യുന്ന വിശ്വാസിക്ക് രക്ഷ നഷ്ടപ്പെടുമെന്ന് രക്ഷാനഷ്ട സാധ്യതാവാദം പറയുന്നില്ല. നേരെ മറിച്ച് ക്രിസ്തീയ വിശ്വാസം തള്ളിക്കളഞ്ഞ് മരണകരമായ പാപം ചെയ്ത പൂർവവിശ്വാസിക്ക് അഥവാ വിശ്വാസത്യാഗിക്ക് രക്ഷ നഷ്ടപ്പെടുമെന്നതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന രക്ഷാനഷ്ട സാധ്യതാവാദം. അതിനാൽ രക്ഷാഭദ്രതാവാദികൾ അടിയന്തരമായി ചെയ്യേണ്ട ഏക കാര്യം എബ്രായ ലേഖനം 10-ാം അധ്യായം 29-ാം വാക്യത്തിന്റെയും 1 യോഹന്നാൻ 5-ാം അധ്യായം 16-ാം വാക്യത്തിന്റെയും അടിസ്ഥാനത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസിക്ക് വിശ്വാസം തള്ളിക്കളഞ്ഞ് രക്ഷ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് തെളിയിക്കുകയാണ്. അത് വചനം വളച്ചൊടിക്കാതെ അസാധ്യവുമാണ്. രക്ഷാഭദ്രതാവാദത്തിന്റെ അടിസ്ഥാന പ്രശ്നം വിശ്വാസത്യാഗത്തിന്റെ നിർവചനത്തിലാണ്. രക്ഷാഭദ്രതാവാദി പറയുന്നു, വിശ്വാസത്യാഗം എന്നത് വിശ്വാസം സ്വീകരിക്കാത്തതാണ് എന്ന്. എന്നാൽ വാസ്തവത്തിൽ അത് അവിശ്വാസമാണ്. ബൈബിൾ പറയുന്നു, വിശ്വാസത്യാഗം വിശ്വാസം സ്വീകരിച്ചിട്ട് തള്ളിക്കളയുന്നതാണ് എന്ന്. സത്യസന്ധമായി നിഷ്പക്ഷമായി നോക്കുന്നവർക്ക് പ്രഥമ ദൃഷ്ട്യാ സത്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാൽവിനിസ്റ്റ് രക്ഷാഭദ്രതാവാദക്കാർ വാദിക്കുന്നത് വിശ്വാസത്യാഗികൾ ഒരിക്കലും വിശ്വാസിയായിരുന്നില്ല എന്നാണ്. ഇത് വാസ്തവത്തിൽ തെറ്റാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം 39-ാം വാക്യം നാശത്തിലേക്ക് പിന്മാറുന്നവരെ പറ്റി പറയുന്നു. വിശ്വാസത്തിലും രക്ഷയിലും ഒരിക്കൽ ആയിരുന്നവർക്ക് നാശത്തിലേക്ക് പിന്മാറാൻ കഴിയൂ എന്ന് നാം മനസ്സിലാക്കുക. വിശ്വാസത്യാഗത്തിന്റെ ഈ ബൈബിൾ നിർവചനം ചിലർക്ക് മനസ്സിലാകുന്നില്ല, അഥവാ മനസ്സിലാകുന്നില്ല എന്ന് അഭിനയിക്കുകയാണ്. വിശ്വാസി തന്റെ വിശ്വാസം തള്ളിക്കളയുന്ന വിശ്വാസത്യാഗത്തിന്റെ അർത്ഥപരിധികൾ പരിഗണിക്കാതിരിക്കരുത്. തനിക്ക് സ്വന്തമായി തീർന്ന തന്റെ വിശ്വാസത്തെയും രക്ഷയെയും ത്യജിക്കുന്നതാണ് വിശ്വാസത്യാഗം എന്നതുകൊണ്ട് ബൈബിൾ അർത്ഥമാക്കുന്നത്. ഒരിക്കലും സ്വീകരിക്കാതെയും സ്വന്തമാക്കാതെയും വിശ്വാസത്തെ ഉപേക്ഷിക്കുന്നതിന് അവിശ്വാസം എന്ന പദപ്രയോഗമാണ് ഉചിതം. അങ്ങനെ വിശ്വാസത്യാഗം, അവിശ്വാസം എന്നീ 2 പദപ്രയോഗങ്ങളെയും തന്ത്രപരമായി കൂട്ടിക്കുഴച്ച് വചനസത്യത്തെ കലക്കി വിശ്വാസികളെ വഞ്ചിക്കുന്ന കുതന്ത്രമാണ് രക്ഷാഭദ്രതാവാദികൾ സ്വീകരിക്കുന്നത്. അവർ രക്ഷാശാസ്ത്രം അട്ടിമറിക്കാൻ വിശ്വാസത്യാഗത്തെ അട്ടിമറിക്കുന്നു. വിശ്വാസത്യാഗത്തെ അട്ടിമറിക്കാൻ യേശുവിന്റെ ഉപമയിലെ മൂത്തപുത്രനെ അട്ടിമറിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 31-ാം വാക്യത്തിൽ മൂത്തപുത്രനോട് പിതാവ് പറഞ്ഞത്, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളത് എല്ലാം നിന്റേതാകുന്നു എന്നാണ്. മൂത്തപുത്രൻ പിതാവിനെ വിശ്വസിക്കാതിരിക്കുകയോ പിതാവിലുള്ള വിശ്വാസം തള്ളിക്കളയുകയോ പിതാവിനെ അനുസരിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. സത്യത്തിൽ ഇവിടെ മൂത്തപുത്രൻ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവന്റെയും ഇളയപുത്രൻ പിന്മാറിപ്പോയിട്ട് തിരിച്ചു വരുന്നവന്റെയും പ്രതിനിധിയാണ്. മൂത്തപുത്രനെ വിശ്വാസത്യാഗിയാക്കുന്നത് തെറ്റായ വ്യാഖ്യാനമാണ്, തിരിമറിയാണ്. ഉപമയിലെ മൂത്തപുത്രനെ വിശ്വാസത്യാഗിയാക്കുന്നത് പോലെ തന്നെയാണ് അവിശ്വാസിയെ വിശ്വാസത്യാഗിയാക്കുന്നതും. ഇതിനെല്ലാം വേണ്ടി ഇവർ വചനത്തെ അട്ടിമറിക്കുന്നു.
സ്വന്തം ഇഷ്ടപ്രകാരം ആരും വിശ്വാസത്യാഗം നിർവചിക്കരുത്. ബൈബിൾ പ്രകാരം തന്നെ വിശ്വാസത്യാഗത്തെ നാം നിർവചിക്കണം. വിശ്വസിക്കാതെ വിശ്വാസം തള്ളിക്കളയുന്നത് അവിശ്വാസമാണ്. വിശ്വസിച്ചിട്ട് വിശ്വാസം തള്ളിക്കളയുന്നതാണ് വിശ്വാസത്യാഗം. വിശ്വാസത്യാഗിയുടെ വിശ്വാസം താൽക്കാലിക വിശ്വാസമാണ്. വിശ്വാസത്യാഗം എന്നത് സ്വീകരിച്ച വിശ്വാസം തള്ളിക്കളയുന്നതാണ്. താൽക്കാലിക വിശ്വാസവും താൽക്കാലിക വിശ്വാസികളും ഉണ്ട് എന്ന് ബൈബിൾ വളരെ വ്യക്തമാക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം നാം കാണുക. പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാസമയത്ത് പിൻവാങ്ങിപ്പോകുകയും ചെയ്യുന്നു. വിശ്വാസത്യാഗം താൽക്കാലിക വിശ്വാസമാണ്. വിശ്വാസത്യാഗികൾ താൽക്കാലികമായി മാത്രം വിശ്വസിക്കുന്നു. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന യേശുവിന്റെ ചോദ്യത്തിന്റെ അടിസ്ഥാന നിഗമനം തന്നെ സ്വീകരിച്ച വിശ്വാസം തള്ളിക്കളയുന്ന വിശ്വാസത്യാഗ പ്രവണതയുടെ സൂചനയാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തങ്ങൾക്ക് ലഭിച്ച രക്ഷ അനുസരണക്കേടിലൂടെയും വിശ്വാസത്യാഗത്തിലൂടെയും നഷ്ടമാക്കാം എന്ന ചിന്തയാണ് ബൈബിളിലുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം തങ്ങൾക്ക് ലഭിച്ച വാഗ്ദാനം പ്രാപിക്കുന്നില്ല. ഉദാഹരണമായി, ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തെ ദൈവം ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചു. എന്നാൽ അനുസരണക്കേട് കാണിച്ചവരും വിശ്വാസത്യാഗികളും വീണുപോയി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട 2 പേർക്ക് മാത്രമാണ് വാഗ്ദത്ത നാട്ടിൽ കടക്കാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരായ യഹൂദർ സുവിശേഷത്തെ തള്ളിക്കളയുകയും യേശുവിനെ വധിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേലിനെ പോലെ തിരഞ്ഞെടുക്കപ്പെടാതിരുന്ന വിജാതീയരിൽ അനേകർ യേശുവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ പോലും സുവിശേഷത്തെ തള്ളിക്കളഞ്ഞാൽ, വിശ്വസിക്കാതിരുന്നാൽ നശിച്ചുപോകും. എന്നാൽ വിശ്വസിക്കുന്നവർ ആരായാലും നിത്യജീവനിലേക്ക് കടക്കും. ദൈവത്തിന്റെ പദ്ധതിയോട് സഹകരിക്കാത്തവർ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്ന് പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 45 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിലും റോമാലേഖനം 9-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായി ഗ്രഹിക്കാവുന്നതാണ്. ദൈവം തിരഞ്ഞെടുത്ത പദ്ധതിയോട് അന്ത്യം വരെ വിശ്വാസത്താൽ സഹകരിക്കുന്നവർ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെടുന്നു. ഒരിക്കൽ വിശ്വാസിയായിരുന്ന ആൾക്ക് രക്ഷ നഷ്ടപ്പെടാനുള്ള സാധ്യത നിഷേധിക്കുന്നവർ നിത്യജീവന്റെ ബൈബിൾ നിർവചനവും നിഷേധിക്കുന്നു. നിത്യജീവൻ നഷ്ടപ്പെടുകയില്ലെന്ന് വാദിക്കുന്നവർക്ക് നിത്യജീവന് ബൈബിൾ കൊടുക്കുന്ന ശരിയായ നിർവചനം മനസ്സിലാകുന്നില്ല. മനുഷ്യരക്ഷയോടുള്ള ബന്ധത്തിൽ നിത്യജീവൻ നിത്യമായ നിലനിൽപ്പിന്റെ സ്വതന്ത്രമായ ഒരു അവസ്ഥയല്ല. നിത്യജീവൻ എന്നത് ഒരാൾ ആരംഭവും അവസാനവുമില്ലാതെ നിത്യനായ ദൈവത്തെ പോലെ എന്നേക്കും ജീവിക്കുന്ന ഒരു അവസ്ഥയല്ല. വാസ്തവത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിത്യജീവൻ വീണ്ടും ജനനത്തോടെ ആരംഭിക്കുന്നു. അതായത് മനുഷ്യൻ നിത്യമായ ഒന്നിനോട്, അതായത് യേശുവിനോട് ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. നിത്യജീവൻ യേശുവായതിനാൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. യേശുവുമായുള്ള ബന്ധത്തിലുള്ള നിലനിൽപ്പാണ് നിത്യജീവനും നിത്യജീവിതവും. യേശു ഉള്ളിൽ വസിക്കുമ്പോൾ, നാം യേശുവിൽ വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവനുണ്ട്.
യേശുവുമായുള്ള ബന്ധം പൂർണ്ണമായി നഷ്ടമാകുമ്പോൾ എല്ലാ അർത്ഥത്തിലും നിത്യജീവനും നഷ്ടമാകുന്നു. നിത്യജീവൻ, രക്ഷ എന്നിവയെല്ലാം യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ്. നിത്യജീവൻ എന്നത് നിത്യമായ നിലനിൽപ്പ് മാത്രമല്ല. യേശുവാണ് നിത്യജീവൻ എന്ന വസ്തുത പലരും ഗ്രഹിച്ചിട്ടില്ല. യേശുവിൽ വിശ്വസിക്കുന്നിടത്തോളം കാലം നിത്യജീവനായ യേശു നമുക്കുണ്ട്. യേശുവിനെ അവിശ്വസിക്കുക, അനുസരിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള വിശ്വാസിയുടെ സ്വതന്ത്ര തീരുമാനത്തിലൂടെ മാത്രമേ നിത്യജീവൻ നഷ്ടമാകൂ. വഴിയും സത്യവും ജീവനും യേശു ക്രിസ്തുവാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം വ്യക്തമാക്കുന്നു. പിതാവായ ദൈവത്തെയും യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം വ്യക്തമാക്കുന്നു. സത്യദൈവവും നിത്യജീവനും യേശു ക്രിസ്തുവാകുന്നു എന്ന് 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാം വാക്യം വ്യക്തമാക്കുന്നു. പിതാവിന്റെ കൽപ്പന നിത്യജീവനാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യം പറയുന്നു. യേശുവുള്ളവന് നിത്യജീവനുണ്ട്, യേശുവില്ലാത്തവന് ജീവനില്ല എന്ന് 1 യോഹന്നാൻ 1-ാം അധ്യായം 1-2 വാക്യങ്ങളും 4-ാം അധ്യായം 15-ാം വാക്യവും 5-ാം അധ്യായം 11-12 വാക്യങ്ങളും വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. വിശ്വാസിയുടെ പാപപരിഹാരവും വീണ്ടെടുപ്പും നീതിയും രക്ഷയും ജ്ഞാനവും ശക്തിയും സത്യവും ഉയിർപ്പും ദൈവവും നിത്യജീവനും പ്രതിഫലവും എല്ലാം ക്രിസ്തുവാണ് എന്ന് യെശയ്യായുടെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങളും 12-ാം വാക്യവും യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യവും റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യവും 1 കൊരിന്ത്യർ 1-ാം അധ്യായം 24-30 വാക്യങ്ങളും 1 യോഹന്നാൻ 2-ാം അധ്യായം 2-ാം വാക്യവും വ്യക്തമാക്കുന്നു. അതിനാൽ ക്രിസ്തുവിൽ നിലനിൽക്കുന്നവന് ദൈവമുണ്ട്, രക്ഷയുണ്ട്, പ്രതിഫലമുണ്ട്, നിത്യജീവനുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കും വിശ്വാസത്തിൽ നിലനിൽക്കാത്തവർക്കും രക്ഷയില്ല, നിത്യജീവനില്ല, പ്രതിഫലമില്ല എന്ന് 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വാക്യങ്ങളും 2 യോഹന്നാൻ 9-ാം വാക്യവും വ്യക്തമാക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്ന രക്ഷാശാസ്ത്രം. ഒരിക്കൽ വിശ്വാസിയായിരുന്ന ആൾക്ക് രക്ഷ നഷ്ടപ്പെടാനുള്ള സാധ്യത നിഷേധിക്കുന്നവർ തങ്ങളുടെ തത്വം സ്ഥാപിക്കാൻ എബ്രായ ലേഖനം 10-ാം അധ്യായം 29-ാം വാക്യം വളച്ചൊടിക്കുന്നു. കാരണം എബ്രായ ലേഖനം 10-ാം അധ്യായം 29-ാം വാക്യത്തെ വളച്ചൊടിക്കാതെയും അതിലെ വിശുദ്ധീകരിക്കപ്പെട്ടവനെ വചനവിരുദ്ധമായി യേശുവാക്കാതെയും രക്ഷാഭദ്രതാവാദം സ്ഥാപിക്കാൻ കഴിയില്ല. സത്യത്തിൽ എബ്രായ ലേഖനം 10-29 വിശുദ്ധീകരിക്കപ്പെട്ടവൻ യേശു അല്ല. രക്ഷാഭദ്രതാവാദം സ്ഥാപിക്കാൻ ചിലർ സത്യത്തിൽ ചെയ്യുന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായം 29-ാം വാക്യത്തെ വളച്ചൊടിച്ച് അതിനേക്കാൾ ഗുരുതരമായ ഒരു ദുരുപദേശക്കുടുക്കിൽ പെട്ട് ഉഴലുകയാണ് രക്ഷാഭദ്രതാവാദികൾ വാസ്തവത്തിൽ ചെയ്യുന്നത്. തങ്ങളുടെ ദുരുപദേശം സ്ഥാപിക്കാൻ അവർ എബ്രായ ലേഖനം 10-ാം അധ്യായം
29 വാക്യത്തെ വളച്ചൊടിക്കുന്നു. വചനം വളച്ചൊടിക്കാതെ രക്ഷാഭദ്രതാവാദം അസാധ്യമാണ് എന്ന് തെളിയുന്നു. എബ്രായ ലേഖനം 10 അധ്യായം 10 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എബ്രായ ലേഖനം 10 അധ്യായം 14 വാക്യത്തിൽ നാം വായിക്കുന്നു, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലവും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എബ്രായ ലേഖനം 10 അധ്യായം 29 വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും രക്ഷയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. ഇവിടെയെല്ലാം വിശുദ്ധീകരണം എന്ന വാക്ക് ഒന്നാണ്. ഒരേ അർത്ഥത്തിലാണ് അവ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ വാക്യത്തിൽ തന്നെ വിശുദ്ധീകരണം എന്ന വാക്കിൽ നിന്ന് വ്യത്യസ്തമായി മലിനം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിനാൽ വിശുദ്ധീകരണം എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം മാത്രമാണ്, അല്ലാതെ വേർതിരിക്കുക എന്നതല്ല എന്ന് വളരെ വ്യക്തമാകുന്നു. അതിനാൽ ഇവിടെ വിശുദ്ധീകരിക്കപ്പെട്ടവൻ യേശുവല്ല. കാരണം ഇവിടെ വിശുദ്ധീകരിക്കപ്പെട്ടവനും നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിച്ചവനും ഒരാൾ തന്നെയാണ് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും എന്നീ 3 തിന്മ പ്രവൃത്തികൾ ഒരാൾ ചെയ്യുന്ന കാര്യമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഇതെല്ലാം യേശുവല്ല, യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസത്യാഗി ചെയ്യുന്നതാണ് എന്ന് വ്യക്തമാകുന്നു. അതായത് എബ്രായ ലേഖനം 10 അധ്യായം 29 വാക്യത്തിൽ യേശുവാണ് വിശുദ്ധീകരിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ തന്റെ തന്നെ നിയമരക്തത്തെ മലിനമാക്കിയ വിശ്വാസത്യാഗിയാണ് യേശു എന്ന് പറയുന്ന അത്യന്തം ഗുരുതരമായ ദുരുപദേശം പറയുന്നതായി സംഭവിക്കുന്നു. മാത്രമല്ല, മറ്റുള്ള മനുഷ്യരെ പോലെ യേശുവിന് തന്റെ തന്നെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യവുമില്ലായിരുന്നു. അതിനാൽ എബ്രായ ലേഖനം 10 അധ്യായം 29 വാക്യത്തിൽ യേശുവാണ് വിശുദ്ധീകരിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ യേശു തന്റെ തന്നെ പാപത്തിനായി സ്വയം ബലിയർപ്പിച്ചു എന്നിങ്ങനെയുള്ള ഗുരുതരമായ ദുരുപദേശങ്ങളിൽ എത്തിച്ചേരും. അതിനാൽ ഇത്തരം തെറ്റായ വ്യാഖ്യാനങ്ങളിൽ നിന്ന് രക്ഷാഭദ്രതാവാദികൾ ഒഴിഞ്ഞു മാറുക. രക്ഷ നഷ്ടപ്പെടില്ല എന്ന വാദം ബൈബിൾ വിരുദ്ധവും അനാവശ്യവും അപകടകരവുമാണ്. അതിനാൽ വിശ്വാസികൾ കൂടുതൽ സുരക്ഷിതമായ ഉപദേശം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ജനനത്തിങ്കൽ പാപിയാണ് എന്ന് വിശ്വസിക്കുന്നതാണോ പാപിയല്ല എന്ന് വിശ്വസിക്കുന്നതാണോ കൂടുതൽ സുരക്ഷിതവും വചനപരവും? വെള്ളത്തിലുള്ള മുഴുവൻ സ്നാനം എടുക്കുന്നതാണോ എടുക്കാതിരിക്കുന്നതാണോ കൂടുതൽ സുരക്ഷിതവും വചനപരവും? രക്ഷ നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നതാണോ നഷ്ടപ്പെടുകയില്ലെന്ന് വിശ്വസിക്കുന്നതാണോ കൂടുതൽ വചനപരവും സുരക്ഷിതവും? രക്ഷയുടെ ഉറപ്പ് രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന തത്വത്തിൽ വിശ്വസിക്കുന്നതിലാണോ അതോ യേശുവിലുള്ള വിശ്വാസത്തിലും അനുസരണത്തിലും നിലനിൽക്കുന്നതിലാണോ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നത്
വളരെ ആവശ്യമാണ്. അത് നമ്മുടെ രക്ഷയ്ക്കും ക്രിസ്തീയ ജീവിതത്തിന്റെ ഭദ്രതയ്ക്കും വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഒരു ദൈവപൈതൽ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്താൽ ദൈവപൈതൽ ആയിരുന്നില്ല എന്നും, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ രക്ഷ നഷ്ടപ്പെടുന്നില്ല, രക്ഷ നഷ്ടമായാൽ രക്ഷിക്കപ്പെട്ടിരുന്നില്ല എന്നീ രീതികളിലുള്ള ചിന്തകൾ ബൈബിൾ അംഗീകരിക്കുന്നവയേ അല്ല. രക്ഷ നഷ്ടപ്പെടില്ല, പ്രതിഫലം മാത്രം നഷ്ടപ്പെടും എന്ന തത്വത്തിൽ വിശ്വസിക്കുന്നവർ ചിലപ്പോൾ പിന്നീടുള്ള പ്രതിഫലത്തെക്കാൾ ഇപ്പോഴത്തെ പാപസുഖത്തിന് കീഴ്പ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ രക്ഷ നഷ്ടപ്പെടും എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന തത്വം ചിലപ്പോൾ രക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒരാളെ നയിച്ചേക്കാം. രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന തത്വം രക്ഷ പ്രാപിക്കാൻ ആവശ്യവുമില്ല. അതിനാൽ രക്ഷ നഷ്ടമാകില്ല എന്ന തത്വം അനാവശ്യവും അപകടകരവുമായ ചിന്തയാണ്. തങ്ങൾക്ക് രക്ഷ ഉണ്ടെന്നും അവ ഒരിക്കലും നഷ്ടമാകയില്ല എന്നും അഹങ്കരിക്കുന്ന ചിലർ പാപത്തിൽ അകപ്പെട്ട് പിന്മാറിപ്പോയി വിശ്വാസത്യാഗം സംഭവിച്ച് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനാൽ തന്നെ സംഭവിക്കാവുന്ന അപകടമാണിത്. എന്നാൽ ലഭിച്ച രക്ഷയിൽ അനുസരണത്തിലൂടെ നിലനിൽക്കണമെന്നും അല്ലെങ്കിൽ പിന്മാറിപ്പോയി രക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നും ചിന്തിച്ചാൽ ഇത്തരത്തിലുള്ള അപകടമില്ല. വിശ്വാസിക്ക് പിന്മാറിപ്പോയി വിശ്വാസത്യാഗത്തിലൂടെ രക്ഷ നഷ്ടമാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നത് രക്ഷ പ്രാപിക്കുന്നതിന് ഒരു തടസ്സവുമല്ല. അതിനാൽ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന വാദം ബൈബിൾ വിരുദ്ധവും അനാവശ്യവും അപകടകരവുമാണ്. വിശ്വാസി തന്റെ വിശ്വാസത്തിലും അനുസരണത്തിലും നിലനിൽക്കണമെന്ന ബൈബിളിന്റെ വ്യക്തമായ ഉപദേശം പ്രസംഗിക്കുന്നതിന് പകരം വിശ്വാസത്തിലും അനുസരണത്തിലുമുള്ള നിലനിൽപ്പിനെ അപ്രസക്തമാക്കുന്ന രീതിയിൽ ഒരിക്കൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവന് എത്രമാത്രം പിന്മാറിപ്പോയാലും ഒരിക്കലും രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് പഠിപ്പിക്കുന്നത് ബൈബിൾ സത്യവുമായി ഒട്ടും ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ബൈബിളിൽ ഉള്ളത് പ്രസംഗിക്കാതെ ഉള്ളതിന് വിരുദ്ധമായി ഇല്ലാത്തത് പ്രസംഗിക്കുന്ന തെറ്റാണ് ഇവിടെയെല്ലാം ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷയുടെ ശരിയായ ഉറപ്പ് ലഭിക്കുന്നത് ശരിയായ വിശ്വാസവും അനുസരണവും ഒന്നിച്ചു പോകുമ്പോൾ മാത്രമാണ്. എന്നാൽ രക്ഷാഭദ്രതാവാദികളുടെ തത്വപ്രകാരം രക്ഷയുടെ ഭദ്രത എന്ന തത്വത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുടെ ഉറപ്പും രക്ഷയുടെ സന്തോഷവും അനുഭവിക്കാൻ കഴിയൂ. ഇത് വളരെ തെറ്റായതും വചനവിരുദ്ധവുമായ ഒരു സമീപനമാണ്. വാസ്തവത്തിൽ രക്ഷയുടെ സന്തോഷം എന്നത് രക്ഷ നഷ്ടപ്പെടില്ല എന്ന മനുഷ്യ തത്വത്തിൽ ഊന്നാൻ പാടില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് മനുഷ്യ തത്വങ്ങളല്ല നമ്മുടെ ആത്മസംതൃപ്തിയുടെ അടിസ്ഥാനം. രക്ഷ നഷ്ടപ്പെടില്ല എന്ന തത്വത്തിൽ വിശ്വസിക്കുന്നവർ മറ്റുള്ളവരെക്കാൾ വിശ്വാസ ജീവിതത്തിലും ശുശ്രൂഷയിലും കൂടുതൽ ശക്തരായിരിക്കും എന്നതിന് ബൈബിളിന് അകത്തോ പുറത്തോ യാതൊരു തെളിവുകളുമില്ല. ഈ തത്വം കൊണ്ട് ഒരാളുടെ വിശ്വാസ ജീവിതത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് ഈ തത്വം പലപ്പോഴും പാപം ചെയ്യുന്നതിനും ആത്മീയ അഹങ്കാരത്തിനും കാരണമാകുകയും ചെയ്യുന്നു. രക്ഷയുടെ അടിസ്ഥാനം രക്ഷയുടെ ഉറപ്പാണ് എന്ന ചിന്ത വെറും അന്ധവിശ്വാസമാണ്, വചനവിരുദ്ധമാണ്. രക്ഷയുടെ അടിസ്ഥാനം
യേശുവിലുള്ള വിശ്വാസവും അനുസരണവുമാണ്. അല്ലാതെ രക്ഷയുടെ ഭദ്രതയിലുള്ള വിശ്വാസത്തിലല്ല. രക്ഷയുടെ ഭദ്രത അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യേശുവിലുള്ള വിശ്വാസത്തിലും അനുസരണത്തിലുമുള്ള നിലനിൽപ്പിലാണ്. രക്ഷയുടെ ഉറപ്പ് സ്വയാപേക്ഷികമായ വെറും മാനസികമായ ഉറപ്പല്ല, മറിച്ച് അനുസരണത്തിൽ കൂടിയുള്ള ഉറപ്പാണ്. അവിശ്വാസികൾക്കും രക്ഷയുടെ ഉറപ്പുണ്ട്. സ്വയം ദൈവമാണെന്ന് പോലും ഉറപ്പുള്ളവരുണ്ട്. അതിനാൽ രക്ഷയുടെ ഉറപ്പ് മനുഷ്യന്റെ തത്വങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തരുത്. രക്ഷയുടെ ശരിയായ ഉറപ്പ് വേണ്ടവർ വിശ്വാസത്തിലും അനുസരണത്തിലും നിലനിൽക്കണം. ചിലർ രക്ഷയുടെ ഉറപ്പ് കൃത്രിമമായി മാനുഷിക വാദത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതിനാൽ യഥാർത്ഥമായ ആത്മീയ വളർച്ചയും ആത്മീയ സന്തോഷവും ഇത്തരക്കാർക്ക് എന്നും അന്യമായിരിക്കും. എന്നാൽ ക്രിസ്തുവിശ്വാസവും ശിഷ്യത്വവും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് അനുസരണത്തിൽ കൂടിയുള്ള ഉറപ്പിലാണ്. യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസത്തിലും അനുസരണത്തിലും നിലനിൽക്കുമ്പോഴാണ് ദൈവവചനപ്രകാരമുള്ള രക്ഷയുടെ ഉറപ്പ് ലഭിക്കുന്നത്. രക്ഷയുടെ ഉറപ്പ് രക്ഷ നഷ്ടമാകുകയില്ല എന്ന മനുഷ്യ തത്വത്തിൽ അല്ല ഊന്നേണ്ടത്. രക്ഷയുടെ ഉറപ്പ് ഓരോരുത്തരുടെയും തോന്നലല്ല. സ്വർഗം ലഭിക്കും എന്ന ഉറപ്പ് അനേകം അവിശ്വാസികൾക്കുമുണ്ട്. അത്തരം ഉറപ്പ് അവർക്ക് രക്ഷ നൽകുന്നില്ല. അതുപോലെ തന്നെ യഥാർത്ഥമായ രക്ഷയുടെ ഉറപ്പ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം യേശുവിലുള്ള വിശ്വാസത്തിലും അനുസരണത്തിലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ ജീവിത അവസാനം വരെ വിശ്വാസത്തിലും അനുസരണത്തിലും നിലനിൽക്കുന്ന സത്യവിശ്വാസികൾ മാത്രം യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് 2 പത്രോസ് 1 4 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. രക്ഷ ഒരു ഉടമ്പടിയുടെ ഫലമാണ്. ഉടമ്പടി പ്രകാരം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്കാണ് രക്ഷ ലഭിക്കുന്നത്. ഉടമ്പടി ലംഘിക്കുന്നവർക്കും വാഗ്ദാനം ലഭിക്കുമെന്ന് വാഗ്ദാനമില്ല. അതിനാൽ മരണം വരെയുള്ള അനുസരണം രക്ഷയ്ക്ക് ആവശ്യമാണ്. വചനം കേട്ടിട്ട് അനുസരിക്കാത്തവർ സ്വയം ചതിക്കുന്നു എന്ന് യാക്കോബിന്റെ ലേഖനം 1:22 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ദുഷ്പ്രവൃത്തികളാൽ ദൈവത്തെയും വിശ്വാസത്തെയും നിഷേധിക്കാം എന്ന് തീത്തോസിന്റെ ലേഖനം 1:16 1 തിമോത്തിയോസ് 5:8 നാം കാണുന്നു. അനുസരണമില്ലാത്ത വിശ്വാസം ചത്തവാകുന്നുവെന്ന് യാക്കോബിന്റെ ലേഖനം 2:14 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. കൽപ്പന അനുസരിക്കുന്നവർ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് അറിയുന്നു
എന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പിതാവിന്റെ കൽപ്പന അനുസരിക്കുന്നതാണ് നിത്യജീവൻ എന്ന് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിൽ നാം കാണുന്നു. ആത്മീയ ജീവൻ നിലനിർത്താൻ ദൈവഹിതം ചെയ്യുക എന്ന ആഹാരം കഴിക്കണം എന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യത്തിലും 6-ാം അധ്യായം 27-ാം വാക്യത്തിലും 47 മുതലുള്ള വാക്യങ്ങളിലും നാം കാണുന്നു. പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാമത്തെ വാക്യവും പറയുന്നു. വിശ്വസിക്കുന്നത് ഒരു ആത്മീയ പ്രവൃത്തിയാണ്. എന്നാൽ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നത് പ്രവൃത്തിയാലുള്ള രക്ഷയല്ല. വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന പ്രവൃത്തി ചെയ്യാൻ ദൈവകൽപ്പനയുണ്ട്. വിശ്വാസി ഭയത്തോടും വിറയലോടും കൂടെ രക്ഷ പ്രാവർത്തികമാക്കണം എന്നാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ആത്മാവിന് ലഭിച്ച ദൈവത്തിന്റെ രക്ഷയെ ബാഹ്യമായി അനുസരണ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിച്ച് പ്രാവർത്തികമാക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അനുസരണക്കേടിനാൽ വീണുപോകാതെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നാം ഉത്സാഹിക്കണം എന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നു. അനുസരണവും സൽപ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. രക്ഷിക്കപ്പെട്ടവർ സൽപ്രവൃത്തികൾ ചെയ്യേണ്ടവരാണ് എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. സൽപ്രവൃത്തി കൊണ്ട് ആരും രക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ അനുസരണക്കേടും ദുഷ്പ്രവൃത്തികളും രക്ഷിക്കപ്പെടാത്തതിന്റെയോ പിന്മാറ്റത്തിന്റെയോ തെളിവായിരിക്കാം. അതിനാൽ രക്ഷയുടെ ശരിയായ ഉറപ്പ് ലഭിക്കുന്നത് ശരിയായ വിശ്വാസവും അനുസരണവും ഒന്നിച്ചു പോകുമ്പോൾ മാത്രമാണ് എന്ന് വളരെ വ്യക്തമാകുന്നു. ശരിയായ വിശ്വാസത്തിലും അനുസരണത്തിലും നിലനിൽക്കുന്നവന് രക്ഷ ഭദ്രമാണ്, അത് നഷ്ടമാകുകയില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കുകയില്ല എന്നാണ് വചനം പറയുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 14-15 വാക്യങ്ങളും വിശ്വാസികളെ പറ്റിയാണ്. വിശ്വാസികളുടെ ജീവിതത്തിലെ ചില കുറവുകൾ രക്ഷ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ്. വിശ്വാസത്തിൽ തുടരുന്ന വിശ്വാസിക്ക് മരണകരമല്ലാത്ത പാപം മൂലം രക്ഷ നഷ്ടപ്പെടുമെന്ന് രക്ഷാനഷ്ട സാധ്യതാവാദം വാദിക്കുന്നില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. വിശ്വസിക്കുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിലും കാണുന്നു. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിലും നാം കാണുന്നുണ്ട്. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47-ാം വാക്യം. യേശുവിനെ അനുസരിക്കുന്നവർ ഒരു നാളും നശിച്ചു പോകുകയില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ നാം കാണുന്നു. ഇവിടെയെല്ലാം നാം കാണുന്നത് വിശ്വസിക്കുന്നവന് അല്ലെങ്കിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവന്, നിലനിൽക്കുന്നവന്. അപ്പോൾ അത് തുടർച്ചയായിട്ട് വരുന്ന ഒരു സംവിധാനമാണ്. യേശു ക്രിസ്തുവിൽ എന്നെങ്കിലും വിശ്വസിച്ചവനല്ല, ഇന്നും വിശ്വസിക്കുന്നവനാണ് നിത്യജീവനുള്ളത് എന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങളിലും 11-ാം അധ്യായം 25-26 വാക്യങ്ങളിലും 10-ാം അധ്യായം 27-28 വാക്യങ്ങളിലും നാം കാണുന്നു.
വീണ്ടും ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലും ഈ സത്യം തന്നെയാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്. ഭൂതകാല പ്രയോഗമല്ല, വർത്തമാനകാല പ്രയോഗമാണ് ഇവിടെയെല്ലാം കാണുന്നത്. അതായത് ഒരിക്കൽ വിശ്വസിക്കുക എന്നല്ല, തുടർച്ചയായി വിശ്വസിക്കുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വർത്തമാനകാല അളവ് എത്രയാണ് എന്ന് നാം ചോദിച്ചാൽ അത് ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ്, ഒരു നാനോ സെക്കൻഡ് ഒക്കെയാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും ഇടപെടാതെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ പറ്റിയാണ് വചനസത്യം ഇവിടെ വെളിപ്പെടുന്നത്. അങ്ങനെയുള്ള ക്രിസ്തീയ വിശ്വാസിക്ക് രക്ഷ ഒരിക്കലും നഷ്ടമാകുകയില്ല. വിശ്വസിക്കുന്നവന് എന്നതുകൊണ്ട് ജീവിതകാലം മുഴുവൻ, അതായത് വിശ്വസിക്കുന്ന നിമിഷം മുതൽ മരണം വരെ വിശ്വസിക്കുക എന്നാണ് അർത്ഥം. ഒരിക്കൽ വിശ്വസിച്ചിട്ട് പിന്നീട് വിശ്വസിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന ചിന്തയ്ക്കിവിടെ യാതൊരു സ്ഥാനവുമില്ല എന്ന് എബ്രായ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും വളരെ വ്യക്തമാക്കുന്നുണ്ട്. ശരിയായ വിശ്വാസം നിലനിൽക്കുന്ന വിശ്വാസമാണ്. വിശ്വസിക്കുക എന്നത് ജീവിതത്തിൽ ഒരിക്കൽ സംഭവിച്ചിട്ട് പിന്നീട് ഇഷ്ടം പോലെ ജീവിക്കുന്നതല്ല, മറിച്ച് മരണം വരെ തുടരേണ്ട ഒന്നാണ് വിശ്വാസം എന്ന് എബ്രായ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യവും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാമത്തെ വാക്യവും 2 തിമോഥെയോസ് 4-ാം അധ്യായം 7-8 വാക്യങ്ങളും വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഈ വസ്തുത വ്യക്തമാക്കുന്ന മറ്റ് അനേകം ബൈബിൾ വാക്യങ്ങളും ഉണ്ട്. അതിനാൽ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന ആശയം ബൈബിളിൽ വളരെ വ്യക്തമാണ്. ജീവിച്ചിരുന്ന് വിശ്വസിക്കുക എന്ന ചിന്തയാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ നാം കാണുന്നത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നവനിൽ ദൈവപ്രസാദമില്ല, വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത ആവശ്യം, പിന്മാറുന്നവർ നാശത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന ചിന്ത ഗലാത്യർ 3-ാം അധ്യായം 11-ാം വാക്യത്തിലും എബ്രായ ലേഖനം 10-ാം അധ്യായം 36 മുതൽ 39 വാക്യങ്ങളിലും വളരെ വ്യക്തമാണ്. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന ചിന്തയാണ് പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം കാണുന്നത്. വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർ അവന്റെ മുമ്പിൽ നിൽക്കും. കൊലോസിയർ 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. അങ്ങനെ വചനത്തിൽ നിലനിൽക്കുന്നവർ മാത്രമാണ് യഥാർത്ഥ ശിഷ്യർ എന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങളിലും വളരെ വ്യക്തമാകുന്നു. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും എന്നാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം കാണുന്നത്. അവസാനം വരെ അനുസരണത്തിലും വിശ്വാസത്തിലും നിലനിൽക്കുന്നവർ മാത്രമാണ് നിത്യശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നത്. യേശുവിനെ നാം നാൾതോറും അനുഗമിക്കണം എന്ന് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യത്തിൽ കാണുന്നു. അവസാനത്തോളം മുറുകെ പിടിക്കുന്നവർ ക്രിസ്തുവിൽ പങ്കാളികളായി തീരുന്നു എന്ന് എബ്രായ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യവും 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും വളരെ വ്യക്തമാക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവനാണ്, അല്ലാതെ എന്നെങ്കിലും വിശ്വസിച്ചവനല്ല ലോകത്തെ ജയിക്കുന്നവനെന്ന് 1 യോഹന്നാൻ 5-ാം അധ്യായം 4-5 വാക്യങ്ങളിലും വ്യക്തമാകുന്നു. ജയിച്ചിട്ട് അവസാനം വരെ അനുസരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും എന്ന് വെളിപ്പാടിന്റെ പുസ്തകം 2-ാം അധ്യായം 25-26 വാക്യങ്ങളിലും വ്യക്തമാണ്. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക് ജീവകിരീടം ലഭിക്കും എന്ന് വെളിപ്പാടിന്റെ പുസ്തകം 2-ാം അധ്യായം
10-ാം വാക്യത്തിലും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് എന്നെങ്കിലും ഒരിക്കൽ വിശ്വസിച്ചു, വിശ്വാസിയായിരുന്നു എന്നതുകൊണ്ട് രക്ഷ പൂർത്തീകരിക്കപ്പെടും എന്ന ചിന്ത വളരെ തെറ്റാണ്. അതിന് ബൈബിളിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഈ വചനങ്ങളിലൂടെയെല്ലാം വളരെ വ്യക്തമാണ്.